ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനയോടുകൂടിയ ജനാധിപത്യ സംവിധാനമാണെങ്കിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴാണോ ജനാധിപത്യം പൂർണ്ണമാകുക? ഒരു വാല്യൂ ഞാൻ പറയുന്നത് ആ വാല്യൂ എന്താണ്, മൂല്യം എന്താണെന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നിലനിൽക്കുന്ന സിസ്റ്റത്തോട് അംഗീകരിച്ചു. നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം CPM ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട്, കമ്മ്യൂണിസത്തിൻ്റെ കൺസെപ്റ്റ് എന്താ? ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അവരുടേതായ ഒരു വാല്യൂ പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ഈ വാല്യൂ ബേസ്ഡായ ഒരു വാല്യൂ ആണ്. അപ്പം നമ്മൾ ഇസ്ലാമിക് വാല്യൂസിൽ നിന്നുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വിപ്ലവത്തിലൂടെ സാധ്യമാവുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമേ അല്ല. ജനകീയ ജനാധിപത്യം അവരുടെ ആശയ ആദർശമായി അവർ സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങൾ എന്നോട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് ഫസ്റ്റിലേ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് ഈ ഇസ്ലാമിനെ നിലനിർത്തുകയും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രവാദത്തിന് വേണ്ടിയല്ല, നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ. മതരാഷ്ട്രവാദമല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ആ ഒരു ദൈവികമായ ദീനിൻ്റെ വ്യവസ്ഥയിലേക്ക് വരിക. സ്വാഭാവികം വരുമ്പോൾ ആ ദൈവിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സമൂഹം ഉണ്ടാവും, അപ്പോൾ രാഷ്ട്രമായിട്ട് മാറും. ഞാൻ പറയുന്നത് സാമൂഹ്യക്രമം സ്വാഭാവികമായിട്ടുണ്ടോ? പ്രവാചകൻ്റെ കാലത്ത് അങ്ങനെയാണ് ഉണ്ടായത്. അതൊരു ജനതയുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ടതോ പറയേണ്ടതോ ഒന്നുമല്ല. അപ്പോഴുണ്ടാവുന്ന ഒരു ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നത് ശരീഅത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണക്രമം അല്ല. ഞാൻ പറയുന്നത് അതിലേക്ക് പോകേണ്ട സമയമല്ലല്ലോ. ഒരു ലക്ഷ്യം എന്താണെന്ന് ഉദ്ദേശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യലാണ്, ഇസ്ലാമിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ആ പ്രബോധനത്തിലൂടെ ഇന്ത്യ എന്ന് പറയുന്നത് അതത് ജനത അന്നത്തെ ജനാധിപത്യ ക്രമത്തിൽ തീരുമാനിക്കേണ്ടതല്ലേ? അത്തരം ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലല്ലോ. ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ഒരു സൊസൈറ്റി മൊത്തം ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തെന്നുള്ളത് ജനാധിപത്യപരമായും കൂടിയാലോചിച്ചും അപ്പെടുക്കേണ്ട തീരുമാനമാണ്. പ്രവാചകനും അങ്ങനെ തന്നെ തീരുമാനമെടുത്തത്. പ്രവാചകൻ്റെ ആദ്യത്തെ ഒരു സാമൂഹ്യക്രമം രൂപപ്പെടുന്ന ഘട്ടത്തിൽ ജൂതനും ക്രിസ്ത്യാനിയും ഒക്കെ ആ സംവിധാനത്തിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ദേശീയതയെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നുണ്ടോ? പിന്നെന്താ, ദേശഭ്രാന്തിനെയാണ് നമ്മൾ അംഗീകരിക്കാത്തത്. അതിർത്തിക്ക് ഇപ്പുറം ശരി, അതിർത്തിക്ക് അപ്പുറം തെറ്റ് എന്ന ദേശഭ്രാന്തിനെ നമ്മൾ അംഗീകരിക്കുന്നത്. ഇന്ത്യൻ ദേശാതിർത്തിക്കകത്ത് നിന്നുകൊണ്ട് വിശ്വമാനവികതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്കൊന്ന് കുറേ തെറ്റിദ്ധാരണകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. മൊത്തത്തിൽ സമൂഹത്തിലുള്ള ധാരണകളാണ് ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഏറെ വായിച്ച് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും മൗദൂദിയുടെ പുസ്തകങ്ങളിലൂടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിലൂടെയൊക്കെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അതിൽ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മൗലികവാദത്തിന്റെ മാത്രം അടിസ്ഥാന ഒരു ബേസ് ഉണ്ട് അതിനകത്ത്. ജമാഅത്തെ ഇസ്ലാമി ഏറെ പതിറ്റാണ്ടായില്ലേ രാജ്യത്തെ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ഇവിടുത്തെ മതസംഘടനകളെയും രാഷ്ട്രീയ സംഘടനകളെയും സാമൂഹിക സംഘടനകളെയും ജമാഅത്തെ ഇസ്ലാമിയെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി.